Good morning, students. So today we can study about good laboratory practices. നമ്മൾ അതിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് GLP. ചിലപ്പോൾ ക്വസ്റ്റ്യൻ GLP എന്ന് മാത്രമായിട്ട് വരാം. സോ GLP മീൻസ് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്. Then the most important factor in the prevention of laboratory acquired infections is good laboratory practices. That is, to prevent a laboratory acquired infection, we have to follow good laboratory practices. That is, we have to follow special precautions when collecting the specimens and while testing the specimens, and also while handling with the infected materials. And inhaling infected aerosols is a common cause of infection. അതായത് ഏറ്റവും കോമൺ ആയിട്ട് ലബോറട്ടറി അക്വയർഡ് ഇൻഫെക്ഷൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്നത് എയറസോൾസ് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഒക്കർ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഫോളോയിങ് ആർ ദ മെയിൻ വേസ് വിച്ച് പ്ലേസ് ദ ലബോറട്ടറി വർക്കർ അറ്റ് എ റിസ്ക്. അതായത് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പം ആ വർക്കർക്ക് എന്തൊക്കെ റിസ്കുകളാണ് ഫേസ് ചെയ്യേണ്ടി വരിക, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, pouring of supernatant fluids, particularly from a considerable height into a discard container. അതായത് എന്തെങ്കിലും ഒരു സൂപ്പർനൈറ്റിൻ്റെ എന്തെങ്കിലും സാമ്പിളിൻ്റെ എന്തെങ്കിലും സൂപ്പർനൈറ്റിൻ്റെ കുറച്ച് ഉയരത്തിൽ നിന്ന് നമ്മൾ പോർ ചെയ്യുമ്പം എയറസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് റിസ്ക് വരാം. സെക്കൻഡ് വൺ, വിഗറസ് ടാപ്പിംഗ് ഓഫ് എ ട്യൂബ് ടു റീസസ്പെൻഡ് എ സെഡിമെൻറ്റ്. അതായത് ട്യൂബ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടൊക്കെ വിഗ്രസ് ആയിട്ട് ഷേക്ക് ചെയ്യില്ലേ, ടാപ്പ് ചെയ്യില്ലേ, തട്ടൂലേ, അങ്ങനെ തട്ടുന്ന സമയത്തും ചിലപ്പോൾ എയറോസോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഓപ്പണിംഗ് കൾച്ചേഴ്സ് ആൻഡ് ദ റാപ്പിഡ് സ്നാപ്പ് ക്ലോസിങ് ഓഫ് ദ സ്പെസിമെൻ ഓർ കൾച്ചർ കണ്ടെയ്നേഴ്സ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കൾച്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൾച്ചർ ചിലപ്പോൾ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുറന്നെടുത്തതിന് ശേഷം അടയ്ക്കുന്ന സമയത്തൊക്കെ ചിലപ്പം അതിൽ നിന്ന് എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. Then next method of producing aerosol is that heating a contaminated wire loop in an open Bunsen burner flame. അതായത് നമ്മുടെയൊക്കെ സാധാരണ ലാബിലുള്ളത് ഓപ്പൺ ആയിട്ടുള്ള ബൺസൺ ബർണർ ഫ്ലെയിം ആണുള്ളത്. ശരിക്കും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബർണർ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ബർണർ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിലപ്പോൾ ഫ്ലെയിം ചെയ്യുന്ന സമയത്ത് സ്പാറ്ററിങ് ഒക്കെ ഒക്കർ ചെയ്തിട്ട് എയറസോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Then next method aerosols പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂസിങ് എ ലോങ് സ്പ്രിങ്ങി ലൂപ്പ് വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി ക്ലോസ്ഡ്. അതായത് നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ നല്ല ലൂപ്പുകളായിരിക്കും എടുക്കേണ്ടത്. കൂടുതൽ നീട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ റാപ്പിഡ് റിൻസിങ് ഓഫ് പാസ്ചർ പിപ്പറ്റ്സ് ഓർ പ്ലാസ്റ്റിക് ബൾബ് പിപ്പറ്റ്സ്, പെർട്ടിക്കുലർലി വെൻ എ ഡിസ്കാർഡ് കണ്ടെയ്നർ ഈസ് ഓൾമോസ്റ്റ് ഫുൾ. അതായത് പാസ്ചർ പിപ്പറ്റ്സോ അല്ലെങ്കിൽ ബൾബ് പിപ്പറ്റ്സോ ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് അത് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്കാർഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക എയറോസോൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ വിഗറസ് ഷേക്കിംഗ് ഓഫ് അൺസ്റ്റോപ്പേഡ് ട്യൂബ്സ് ഇൻ എ റാക്ക്. അതായത് നിങ്ങൾ വൈഡാളൊക്കെ ചെയ്യുമ്പോൾ വൈഡാൾ പിന്നെ പ്രശ്നമില്ല, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ അടച്ചു വെക്കാത്ത ട്യൂബുകൾ റാക്കിൽ വെച്ചിട്ട് തന്നെ വിഗറസ്ലി ഷേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് അങ്ങനെ ഷേക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ സെൻട്രിഫ്യൂജിങ് സ്പെസിമെൻസ് ഓർ ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡ്സ് ഇൻ ഓപ്പൺ ബക്കറ്റ്സ്. അതായത് നമ്മുടെ ഇവിടെയുള്ള സെൻട്രിഫ്യൂജ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ആണ്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സെൻട്രിഫ്യൂജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ സ്പെസിമെൻസ് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇൻഫെക്ഷ്യസ് എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. Then opening a centrifuge immediately following the breakage of a tube or container of infected fluid before the aerosols have had time to settle. അതായത് ഇപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടച്ചു വെക്കുന്ന ഒരു സെൻട്രിഫ്യൂജ് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗ്ലാസിൻ്റെയാണ്, നമ്മൾ പ്രോപ്പർലി ഒക്കെ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ട്യൂബ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡ് അതിനകത്തോട്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഉടനെ ഓഫ് ചെയ്ത് വേഗം പോയി തുറന്ന് നോക്കരുത്. അങ്ങനെ തുറക്കുവാണെങ്കിൽ ഇതുപോലെ എയറസോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളത് എയറസോൾസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ ഡ്രോപ്പിംഗ് ഓർ സ്പില്ലിംഗ് എ സ്പെസിമെൻ ഓർ കൾച്ചർ. നമ്മൾ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുന്ന സമയത്ത് സ്പെസിമെനൊക്കെ എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് താഴെ വീഴും. അങ്ങനെ താഴെ വീഴുമ്പോഴും എയറസോൾസ് പ്രൊഡ്യൂസ് ചെയ്യും.
Then mouth pipetting and expelling an infected fluid, particularly blowing out the last drop. അതായത് നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് മൗത്ത് പിപ്പറ്റ് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പും പോകണം, നമുക്ക് അതിനകത്തേക്ക് വീഴ്ത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വായിൽ വെച്ചിട്ട് ഊതും. ഊതുന്ന സമയത്ത് ചിലപ്പം ബ്ലോ ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞ വേസിലൂടെയാണ്, ഡിഫറെൻറ്റ് വേസിലൂടെയാണ് എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കോമൺലി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസുകൾ, അല്ലെങ്കിൽ അതൊക്കെയാണ് റിസ്കുകൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തൊക്കെ ലബോറട്ടറി പ്രാക്ടീസസ്, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, അവോയ്ഡിങ് ഇൻഫെക്ഷൻ ഫ്രം സ്പില്ലേജസ് ആൻഡ് ബ്രേക്കേജസ്. അതായത് സ്പില്ലേജും ബ്രേക്കേജും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ഇൻഫെക്ഷൻ, സ്പില്ലേജ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വഴികളാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ കെയർലെസ് ആയിട്ട്, ഇപ്പോൾ നമുക്ക് ലാബിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പെസിമെൻ കിട്ടി, അല്ലെങ്കിൽ ഒരു കൾച്ചർ വന്നു. അപ്പം പത്തോളജിക്കൽ സ്പെസിമെനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ട്യൂബിൽ തന്നെ, ട്യൂബിൻ്റെ ഔട്ട്സൈഡ് പുറം ഭാഗത്തൊക്കെ ഈ സാമ്പിൾ ചിലപ്പം വരാം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടേബിളിലെല്ലാം, നമ്മുടെ വർക്ക് ബെഞ്ചിലും ഫ്ലോറിലും ഒക്കെ സ്പെസിമെൻസ് ഒക്കെ വീഴാം. അപ്പോൾ എന്താ പറ്റുക, മൈക്രോ ഓർഗാനിസംസ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഈ ബെഞ്ചിലും ഫ്ലോറിലും അല്ലെങ്കിൽ ആ വെസൽസ്, ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊക്കെ ഈ ഓർഗാനിസംസ് എൻ്റർ ചെയ്യും. എന്നിട്ട് ചിലപ്പം അവരുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രാച്ചസിൽ കൂടെ ഓർഗാനിസംസ് ചിലപ്പം എൻ്റർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് വെച്ചിട്ട്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ ഹാൻഡ് വെച്ചിട്ട് അവർ കണ്ണിലും വായിലും ഒക്കെ തൊടുവാണെങ്കിൽ അപ്പോഴും മൈക്രോ ഓർഗാനിസംസ് ക്യാൻ എൻറ്റർ ഇൻ ടു ദെയർ ബോഡി. സോ ഈ ഒരു വേയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർഗാനിസംസ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്പില്ലേജും ബ്രേക്കേജും ഒക്കെ ഓപ്പർ ചെയ്തിട്ട് ഇൻഫെക്ഷൻ വരാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെസിമെൻസും കൾച്ചർ ട്യൂബ്സും ബോട്ടിൽസും ഒക്കെ എപ്പോഴും ലാബിൽ വെക്കുമ്പോൾ ചുമ്മാ വർക്ക് ബെഞ്ചിൽ ചാരി വെക്കരുത്. വി ഹാവ് ടു പ്ലേസ് ഇറ്റ് ഓൺ എ റാക്ക്. ഒരു ടെസ്റ്റ് ട്യൂബ് റാക്കിൽ കെയർഫുള്ളി നമ്മളത് പ്ലേസ് ചെയ്യണം. സ്പിൽ ചെയ്ത് പോകാതെ, കണ്ടൻസ് ഒക്കെ സ്പിൽ ചെയ്ത് പോകാതെ വി ഹാവ് ടു കെയർഫുള്ളി പ്ലേസ് ഇറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് റാക്ക്. Then next, when culture tubes or bottles are broken, infectious aerosols may be released. The worker should be careful not to breathe the air in close proximity to the breakage. This is difficult, but there is no simple solution. അതായത് ഇപ്പോൾ കൾച്ചർ ട്യൂബും ബോട്ടിലും ബ്രേക്ക് ആയി എന്ന് വിചാരിക്കുക, അറിയാണ്ട് താഴെ വീണ് പൊട്ടി. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അടുത്തേക്ക് ആദ്യം തന്നെ ഓടി ചെല്ലരുത്. ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, സ്പിൽഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്രോക്കൺ കൾച്ചർ വെസൽ, ഇറ്റ് ഷുഡ് ബി കവേർഡ് വിത്ത് എ ക്ലോത്ത്. ഓക്കെ, ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് കവർ ചെയ്യണം. ചുമ്മാ ക്ലോത്ത് അല്ല, ദ ക്ലോത്ത് ഹാവ് ടു ബി സോക്ക്ഡ് ഇൻ എ ഡിസിൻഫെക്റ്റഡ്. ഓക്കെ, എന്നിട്ട് വി ഹാവ് ടു ലീവ് ഇറ്റ് ഫോർ 30 minutes. ദെൻ വി ക്യാൻ ക്ലിയർ അപ്പ് ബൈ യൂസിങ് എ ഡസ്റ്റ് ബാൻ, മെറ്റൽ ഡസ്റ്റ് ബാൻ and stiff cardboard, and these and the debris should then be autoclaved. അപ്പോൾ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഡിസിൻഫെക്റ്റൻറ്റിൽ ഡിപ്പ് ചെയ്ത ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് കവർ ചെയ്യുക. ദെൻ കവർ ചെയ്തതിന് ശേഷം അത് മെറ്റൽ ഡസ്റ്റ് ബാനോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ യൂസ് ചെയ്തിട്ട് അടിച്ചു വാരിയിട്ട്, ഒന്നില്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളതിനെ ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ദെൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ദ വർക്കർ ഹാവ് ടു വെയർ എ റബ്ബർ ഗ്ലൗസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പില്ലേജും ബ്രേക്കേജും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ദ സെക്കൻഡ് വൺ ഈസ് അവോയ്ഡിങ് ഇൻഫെക്ഷൻ ഫ്രം സെൻട്രിഫ്യൂജ് ആക്സിഡൻസ്. അപ്പോൾ ഇതിൽ പറയുന്നത്, മിക്കവാറും മോസ്റ്റ് ഓഫ് ദി സെൻട്രിഫ്യൂജ് ആക്സിഡൻസ് ഒക്കേഴ്സ് ബിക്കോസ് ദ കണ്ടൻസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് എ സെൻട്രിഫ്യൂജ് ആർ നോട്ട് ബാലൻസ്. നമുക്കറിയാം സെൻട്രിഫ്യൂജിൽ നമ്മൾ ട്യൂബുകൾ പ്ലേസ് ചെയ്യുന്നത് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് വെക്കണം. നമ്മളങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂജ് ട്യൂബ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ആ ബക്കറ്റൊക്കെ സൂക്ഷിച്ചല്ല വെച്ചിരിക്കുന്നെങ്കിലും, അല്ലെങ്കിൽ ആ ബക്കറ്റ്സൊക്കെ കൊറോഡഡ് ആണെങ്കിലും, മെറ്റൽസൊക്കെ കൊറോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോട്ടർ പ്രോപ്പർലി അല്ല പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ടെസ്റ്റ് ട്യൂബ്, സെൻട്രിഫ്യൂജ് ട്യൂബ് ക്രാക്കഡ് അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്നതാണെങ്കിലും
centrifuge accidents occur. So when centrifuge accidents occur, that when the tube breaks in a centrifuge, a great cloud of aerosol will be produced. Okay. അപ്പം ബ്രേക്ക് ചെയ്തു നമുക്ക് സൗണ്ട്, ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെൻട്രിഫ്യൂജ് ട്യൂബ് ബ്രേക്ക് ആയി എന്നുള്ളത്. സോ അറ്റ് ദാറ്റ് മൊമെന്റ് ഇറ്റ് സെൽഫ് ദ വർക്കർ ഹാവ് ടു സ്വിച്ച് ഓഫ് ദി മോട്ടർ ആൻഡ് ദെൻ ദ സ്റ്റാഫ് ഷുഡ് ലീവ് ദ റൂം ഫോർ 30 minutes ടു അലൗ മോസ്റ്റ് ഓഫ് ദി എയറോസോൾസ് ടു സെറ്റിൽ ഓർ ടു ബി റിമൂവ്ഡ് ബൈ നാച്ചുറൽ വെന്റിലേഷൻ. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ചെയ്യേണ്ടത് പോയി ഓഫ് ചെയ്യുക, ഓഫ് ചെയ്തതിന് ശേഷം റൂമിൽ നിന്ന് ഇറങ്ങി പോവുക, 30 മിനിറ്റ്സിന് ശേഷം തിരിച്ച് റൂമിലോട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ 30 മിനിറ്റ്സിനുള്ളിൽ എയറോസോൾസ് കുറേയൊക്കെ സെറ്റിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാച്ചുറൽ വെന്റിലേഷൻ വഴി റിമൂവ് ചെയ്തിട്ടുണ്ടാവും. Then an experienced technician wearing rubber gloves should then remove the buckets and debris for autoclaving and swab out the bowl of the centrifuge with a suitable disinfectant. അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞ് റൂമിലോട്ട് എൻ്റർ ചെയ്യുക. ടെക്നീഷ്യൻ ചെയ്യേണ്ടത് റബ്ബർ ഗ്ലൗസ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഡെബ്രസും സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അത് ഓട്ടോക്ലേവ് ചെയ്യാൻ വെക്കണം. ദെൻ ആ ബൗളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഡിസിൻഫെക്റ്റൻറ്റ് വെച്ചിട്ട് സെൻട്രിഫ്യൂജ് ബൗള് ക്ലീൻ ചെയ്യണം. Then all tubes used for centrifuging infectious material should be capped and not filled more than 3/4 full. Sealed centrifuge buckets should be used for risk group 3 materials. അതായത് നമ്മൾ എന്ത് ഇൻഫെക്ഷ്യസ് മെറ്റീരിയലാണ് സെൻട്രിഫ്യൂജ് ചെയ്യാൻ പോകുന്നതെങ്കിലും ക്യാപ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ട്യൂബ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. തുറന്നിരിക്കുന്ന സെൻട്രിഫ്യൂജ് ട്യൂബ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂജ് ട്യൂബിൻ്റെ ഫുൾ നിറച്ച് വെക്കരുത്. ഒരു 3/4 ഭാഗം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. ദെൻ റിസ്ക് ഗ്രൂപ്പ് 3 വരുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് സീൽഡ് സെൻട്രിഫ്യൂജസ് ആയിരിക്കും. അതായത് നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന സെൻട്രിഫ്യൂജസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ സെൻട്രിഫ്യൂജസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ അത്രയാണ് സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലാബിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ്, സേഫ് പിപ്പറ്റിംഗ് ആൻഡ് ഡിസ്പെൻസിങ്. That is, mouth pipetting has been the cause of many infections, some of which have been fatal. Serious injuries can also occur when mouth pipetting hazardous chemicals. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, WHO സേഫ് കോഡിലും പറയുന്നതാണ്, മൗത്ത് പിപ്പറ്റിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മൗത്ത് പിപ്പറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതെങ്കിലും അല്ല ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഒക്കെ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ അക്വയറിങ് ഇൻഫെക്ഷൻ ബൈ മൗത്ത് പിപ്പറ്റിംഗ് ഒക്കേഴ്സ് വെൻ. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് മൗത്ത് പിപ്പറ്റിംഗ് ചെയ്യുമ്പം ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ പാത്തജൻ ഇൻ ദ ഫ്ലൂയിഡ് സ്പെസിമെൻ ആൻഡ് കൾച്ചേഴ്സ് ആർ ആക്സിഡൻ്റലി സക്കപ്പ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ കയറിപ്പോവും. സക്കഡപ്പ് ഇൻ ടു ദ മൗത്ത്. Then the aerosols are produced from the fluid as it is being sucked up or expelled. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ അവസാനത്തെ ലിക്വിഡ് ഊതിക്കളയുന്ന സമയത്ത് ചിലപ്പോൾ എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. Then a pipette with an end that has been contaminated from fingers or a bench surface is put into the mouth. അതായത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഒരു പിപ്പറ്റ് വർക്ക് ബെഞ്ചിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ വർക്ക് ബെഞ്ചിൽ വെച്ചിട്ടുള്ള ആ പിപ്പറ്റ് തന്നെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് മൗത്ത് പിപ്പറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചിലപ്പോൾ ആ വർക്ക് ബെഞ്ചിൽ എന്തെങ്കിലും ഓർഗാനിസംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിപ്പറ്റിൻ്റെ സർഫസിൽ അത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെടുത്ത് വായിലോട്ട് വയ്ക്കുമ്പം നമ്മുടെ വായിലോട്ട് ഓർഗാനിസം എൻ്റർ ചെയ്യും. ദെൻ a pipette with a chipped end causes cuts to the fingers or lips, allowing pathogens to enter. അതായത് പൊട്ടിയ പിപ്പറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വായിലും കയ്യിലൊക്കെ മുറിവുണ്ടായിട്ട് ഓർഗാനിസംസ് ഒക്കെ എൻ്റർ ചെയ്യാം. Then a cotton wool plug in the top of a pipette is not an effective microbial filter. Using a pipette with attached rubber tubing and mouthpiece is also hazardous. അതായത് ചില ആൾക്കാർ, കുറേ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ ചെയ്യുന്നത്, പിപ്പറ്റിൻ്റെ ടിപ്പിൽ നമ്മൾ വലിക്കുന്ന സക്ക് ചെയ്യുന്ന ടിപ്പിൻ്റെ അവിടെ കുറച്ച് കോട്ടൺ എടുത്ത് വയ്ക്കും. അപ്പോൾ ഓർഗാനിസംസ് ഒന്നും കയറൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലും അത് എഫക്റ്റീവ് മൈക്രോബിയൽ ഫിൽറ്റർ ഒന്നുമല്ല, ഓർഗാനിസംസ് നമ്മുടെ വായിലോട്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡ്യൂ ടു ദ ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി ടു ദ ലബോറട്ടറി സ്റ്റാഫ്, the World Health Organization recommends that mouth pipetting be banned from all medical laboratories. ഒരു മെഡിക്കൽ ലബോറട്ടറീസിലും മൗത്ത് പിപ്പറ്റിംഗ് WHO അലൗ ചെയ്യുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. And there are many inexpensive ways to pipette and dispense safely without mouth pipetting. That is capillary and micropipette filters, automated handheld, single or multi-channel liquid handling pipetters. അതായത് ഇപ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ മൗത്ത് പിപ്പറ്റിംഗ് അല്ലാതെ തന്നെ നമുക്ക് മൈക്രോ പിപ്പറ്റ്സും അല്ലാതെ കാപ്പിലറി ട്യൂബുകളും അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പിപ്പറ്റ്സുകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പിപ്പറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട്
നമുക്ക് കുറേയൊക്കെ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം. ഇനിയുണ്ട് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസിൽ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം.